ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷോർട്ടി ടോക്സ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 4 ഈസി ട്രിക്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇത് 4 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കൂടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് റബ്ബിംഗ് യുവർ നെയിൽസ്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതെങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നമ്മുടെ ഫിംഗർ ടിപ്സിൽ എൻഡ് ചെയ്യുന്ന നെർവ്സിൽ അതായത് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നെയിൽസ് റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ അത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ ഈസ് ഹെഡ് ടാപ്പിംഗ്. ജസ്റ്റ് ഇങ്ങനെ ഹെഡ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. തേർഡ് വൺ ഈസ് ഇൻവേഴ്സ് ടെക്നിക്. മുടി ഇങ്ങനെ താഴോട്ട് ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഹെഡ് ടാപ്പിങ്ങും ഈ റിവേഴ്സ് ടെക്നിക്കും രണ്ടും നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതുമാത്രമല്ല ഇത് രണ്ടും സ്ട്രെസ് റിലീഫ് മെത്തേഡ്സും കൂടിയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പലരുടെയും ഹെയർ ഫോളിനുള്ളൊരു മെയിൻ റീസൺ സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് റിലീഫ് വഴി ഇത് ഹെയർ ഗ്രോത്തിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി ലാസ്റ്റ് വൺ പറയുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ലാസ്റ്റ് വൺ ബാക്ക് കോമ്പിങ് അഥവാ റിവേഴ്സ് കോമ്പിങ് ആണ്. ഇതും നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതുമാത്രമല്ല ഹെയറിൻ്റെ ലെങ്ത്ത് പെട്ടെന്ന് കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളോട് പറയാനുള്ളത് ഇത് 4 ചെയ്തുകൊണ്ട് മാത്രം ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മുടെ ഹെയറിന് പ്രോപ്പർ കെയർ കൊടുക്കുക. പ്ലസ് ഇത് 4 നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ട്രസ്റ്റ് മി ഗൈസ് ഇത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ടിപ്സിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.